സ്വാഭാവികമായും ഈ പറയുന്ന തുളസിയിലേക്ക് വന്നു ചേരുകയുണ്ടായി. അപ്പോൾ ആ അന്വേഷണാത്മകമായി കറസ്പോണ്ടൻ്റായി ഈ പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്ക് IIT-യിലേക്ക് അവരുടെ മാനസിക സംഘർഷത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന മാധവൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ എന്തു ചെയ്യുന്നു? ഈ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിക്കുന്നു. അതിന് റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. ആ റിപ്പോർട്ട് പുറത്തുവിടുന്ന സമയത്ത് തുളസിയുടെ പേരുൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. പഴയ കാലഘട്ടമാണ്. ഇന്നത്തെ കാലഘട്ടത്തെ പോലെ ഓൺലൈൻ മീഡിയ സംവിധാനങ്ങളൊന്നുമില്ല. ഫോണുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എഴുത്തുകൾ കൈമാറിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കൃത്യമായി നടത്തിപ്പോകുന്നത്. ഇപ്പോൾ തുളസിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് മാധവൻ റിപ്പോർട്ട് പുറത്തുവിടുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പത്രത്തിൽ ഇന്നാളുടെ അഭിപ്രായം ഇങ്ങനെയാണെന്ന് പറഞ്ഞൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ട് സന്തോഷം നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. അതുപോലെ തുളസിക്കും അതിൽ വലിയ സന്തോഷമുണ്ടായി. അങ്ങനെയാണ് മാധവനും അതുപോലെ തന്നെ തുളസിയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. ബന്ധം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായും പല പല കാര്യങ്ങൾ പറയുന്നു, പല പല വിഷയങ്ങളെക്കുറിച്ച് പറയുന്നു. ഓരോ ഘട്ടങ്ങളിലും ഒരു പ്രണയത്തിൻ്റെ തീവ്രതയിലേക്ക് എങ്ങനെയാണ് കടന്നു ചെന്നെത്തുക എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമുണ്ടാവില്ലല്ലോ. ഏത് തരത്തിലാണോ ഒരു സ്ത്രീയുടെ ഒരു പുരുഷനിലേക്ക് അടുപ്പിക്കേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള എല്ലാ വൈദഗ്ധ്യവും ഉള്ള ആളാണ് മാധവൻ എന്ന് പറയുന്ന ഈ പത്രപ്രവർത്തകൻ. ഇപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ തുളസിയിലേക്ക് അടുപ്പിക്കാൻ ആവശ്യതരമായ തരത്തിലുള്ള എഴുത്തുകൾ നിരന്തരമായി തുളസിക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഘട്ടത്തിലാണ് പിന്നീട് തുളസി വിവാഹിതരാവാൻ വേണ്ടി പോകുന്നു എന്ന കാര്യം ആരറിയുന്നത്? ഈ മാധവൻ അറിയുന്നത്. ഈ മാധവൻ അറിഞ്ഞ ഉടനെ തന്നെ തുളസി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം നീ ഇപ്പോൾ കല്യാണം കഴിക്കേണ്ട ആളല്ല, മറിച്ച് നിനക്ക് ഒരുപാട് ഭാവിയുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും പറയുന്നു. ആരെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഈ മാധവനെ തുളസിക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള സഹപാഠി കൂടിയായിട്ടുള്ള വിനയനെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് മാധവന് കളിയില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. കല്യാണം ഉറപ്പിക്കുന്നു. വിനയൻ പുറത്താണ്, നാട്ടിലേക്ക് കല്യാണത്തിനായി വരുന്നു. അപ്പം ആ ഘട്ടത്തിലെല്ലാം ഒരു കുടുംബത്തിലെ അംഗമെന്ന രീതിയിൽ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ആര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്? അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള വസ്ത്രമെടുക്കാൻ വേണ്ടി പോകുമ്പോൾ, സ്വർണ്ണമെടുക്കാൻ വേണ്ടി പോകുമ്പോൾ, മറ്റ് വീടിൻ്റെ പണിക്കാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഈ മാധവൻ എന്ത് ചെയ്യുന്നു? വിനയൻ്റെയും അതുപോലെ തുളസിയുടെയും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ഘട്ടത്തിൽ ആ സമയത്ത് തുളസിയെ മാധവന് കാണാൻ വേണ്ടി പറ്റുന്നുവോ ആ ഘട്ടങ്ങളിലെല്ലാം പലതും പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഈ കല്യാണത്തിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള പരിശ്രമവും ആര് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്? മാധവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് തുളസിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വളരെ കൃത്യമായി ഏറ്റവും അവസാനം ഈ പ്രണയാഭ്യർത്ഥനയൊക്കെ നടത്തിക്കൊണ്ട് തുളസി ഇത് നിഷേധിക്കുന്ന സമയത്ത് പറയുന്നു, വിനയനേക്കാൾ മോശപ്പെട്ടവരാണോ ഞാൻ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആര്? ഈ തുളസി എന്ന് പറയുന്ന നമ്മുടെ ഈ കഥാനായികൻ. പല സന്ദർഭങ്ങളിലും ഇത് വീട്ടുകാരോട് പറയാൻ വേണ്ടി പറ്റുന്ന സമയത്ത് വീട്ടുകാർ ഈ ആലോചിച്ചുറപ്പിച്ച് ഏതാണ്ട് 1-2 ദിവസം മുമ്പേ കല്യാണം നടത്തേണ്ട ഇതിന് 2 ദിവസം മുമ്പേ എനിക്ക് കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാരുടെ ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. നിങ്ങളൊക്കെ വളരെ സ്നേഹിച്ച് കൊഞ്ചിച്ച് വളർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ശകാരങ്ങൾ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഈ തുളസിക്ക് ഇത് തുറന്നു പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കഥ മുന്നോട്ട് പോകുന്നത്. തുളസിക്ക് ഇത് പറയാൻ വേണ്ടി ആരുമില്ല. ആര് പറയുമ്പോഴും ഈ രീതിയിലുള്ള വർത്താനാണ് പറയുന്നത്. പക്ഷെ മാധവൻ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുകയാണ്. അങ്ങനെ 2 ദിവസം മുമ്പേ കല്യാണം നടക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് മാധവൻ തുളസിയോട് പറയുന്നത്, ഞാൻ കല്യാണത്തിന് ഉണ്ടാവില്ല,
ഞാൻ രാവിലെ ഫ്ലൈറ്റ് കയറി ഡൽഹിയിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് ഉണ്ടാവില്ല എന്ന് പറയും. ഇനിയും ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള സമയമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ കല്യാണത്തിന് വരില്ല എന്ന് പറയുകയാണ്. ഏറ്റവും അവസാനം വിനയനെ വിളിച്ചു പറയുകയാണ് നമുക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിയണമെന്ന്. അപ്പോൾ വിനയനും അത് വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അങ്ങനെ നാളെ ഡൽഹിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിനി പിന്നീട് കാണാമെന്ന് പറയുന്നൊരു മാനസികാവസ്ഥയിൽ പല സന്ദർഭങ്ങളിലായി തുളസിയെ സമ്മർദ്ദത്തിലാക്കാൻ ആവശ്യമായിട്ടുള്ള വാക്കുകൾ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാഗ്ധോരണികൾ കൊണ്ട് സമ്മർദ്ദത്തിലാക്കി ഏറ്റവും അവസാനം തുളസിയുടെ അച്ഛനും അമ്മയ്ക്കും എന്തോ ആശുപത്രി കേസിൻ്റെ ഭാഗമായി പുറത്തു പോകേണ്ട ഒരു സമയത്ത് ഈ മാധവൻ അവസാനമായി തുളസിയെ കാണാൻ വേണ്ടി വരികയാണ്. തുളസിയെ കാണാൻ വേണ്ടി വന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യൂടെക്സും വാങ്ങിയിട്ടാണ് വരുന്നത്. ക്യൂടെക്സ് വാങ്ങി കൂടെ തുളസിയുടെ ഒരു ബന്ധുവായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അടുത്തുണ്ടായത്. ആ പെൺകുട്ടിയോ ഈ കാൽപാദത്തിൽ ആര് ചുംബിക്കുന്നു? മാധവൻ ചുംബിക്കുകയാണ്. ചോദിക്കുകയാണ് എന്നെ പോലെ പ്രണയിക്കാൻ വിനയന് പറ്റുമോ എന്ന് ചോദിച്ച് മാധവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടുകൊണ്ട് വിളിച്ച ഘട്ടത്തിൽ തുളസി പറയുകയാണ് വിളിച്ചുകൂടി നിങ്ങളുടെ കൂടെ വരികയാണെന്ന് പറഞ്ഞിരുന്നു. വിനയം മാധവൻ പറയുകയാണ് താലി കെട്ടണം എന്നൊക്കെ പറയുക.